കോട്ടയം തിരുവാറ്റയിൽ കടയുടമയായ സ്ത്രീയെയും മകളെയും വാഹനം ഇടിപ്പിച്ചുവെന്ന് പരാതി ഉയരുന്നു. കടയ്ക്ക് മുന്നിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സംഭവത്തിലേക്ക് എത്തിച്ചത്. കടയുടമയെ വാഹനം ഇടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഒന്ന് കാണിച്ചു കൊടുത്തേ. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, പ്രേക്ഷകർ നോക്കിയിരിക്കുകയായിരുന്നു, ഈ വാഹനത്തെ കണ്ടില്ലല്ലോ അവർ. പറയൂ ടോബി. SKN, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം തിരുവാറ്റയിലായിരുന്നു. അവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഷോപ്പാണത്. ആ കടയുടെ മുന്നിൽ ഈ യുവാവ് വാഹനം കൊണ്ടുവന്ന് ഇടുകയാണ്, ഒരു പിക്കപ്പ് വാഹനം ഇടുകയാണ്. ഉടൻ തന്നെ ഈ കടയുടമയായിട്ടുള്ള സജിത ആ വാഹനം അവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞു. തുടർന്ന് ഈ യുവാവ് ആ വാഹനം പിന്നിലേക്ക് മാറ്റിയിടുന്നുണ്ട്. അതിനുശേഷവും ഇവർ തമ്മിലുള്ള തർക്കം അങ്ങനെ തുടർന്നു. അതിനൊടുവിലാണ് പോലീസിനെ വിളിക്കുമെന്ന് ഈ കടയുടമ പറഞ്ഞു. അപ്പോൾ ഈ യുവാവ് വീണ്ടും തർക്കത്തിൽ ഏർപ്പെടുന്നു. അതിരൂക്ഷമായിട്ടുള്ള ചീത്തയൊക്കെ വിളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ ഈ വാഹനത്തിന് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ വാഹനം എടുത്തുകൊണ്ട് പോകാനാണെന്നുള്ള ഒരു ധാരണയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ യുവാവ് വാഹനം മുന്നോട്ടെടുത്ത്, അതായത് മുന്നിൽ ഈ കടയുടമയായിട്ടുള്ള സജിതയും അതിന്റെ സൈഡ് വശത്ത് ഈ ഉടമയുടെ സജിതയുടെ മകളും നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരെ രണ്ടുപേരെയും ഇടിപ്പിച്ചുകൊണ്ട് വാഹനം മുന്നോട്ട് എടുത്തത്. ഈ വാഹനം ഏകദേശം 50 മീറ്ററോളം ഈ രണ്ടുപേരെയുമായി പോയി എന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും ചെറിയൊരു തർക്കമാണ്. അത് തർക്കം വലിയ രീതിയിലേക്ക് വളരുകയും അവസാനം ഇങ്ങനെ ഒരു സംഭവത്തിലേക്കും കാര്യങ്ങൾ മാറിയത്. പോലീസ്, കോട്ടയം വെസ്റ്റ് പോലീസ് ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ യുവാവ് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടോബി, ഇതില് ശരിക്കും ഇവന് ഈ ഓടിച്ച ഡ്രൈവർക്ക്, ഈ ചെറുപ്പക്കാരന് ലഹരി എന്തെങ്കിലും സ്വാധീനത്തിലാണോ ഇത് ചെയ്തത്? നിലവിൽ അങ്ങനെ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഇവർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു തോന്നൽ. കാരണം ഈ പെട്ടെന്ന് തർക്കമായിരുന്നുവെങ്കിലും അതിരൂക്ഷമായിട്ട് ഈ യുവാവ് തർക്കിക്കുകയും ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ ചീത്ത വിളിക്കുക, അസഭ്യം പറയുകയൊക്കെ ചെയ്തുവെന്നാണ് ഈ സ്ത്രീയുമായി ഈ കടയുടമയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. എന്തായാലും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ ഒരു ചെറിയ തർക്കം, അതായത് വാഹനമൊന്ന് പുറകിലേക്ക് മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് മാറിയത്. ഇതൊരു ഫാഷൻ സ്റ്റോറാണ്, പുതിയതായിട്ട് തുടങ്ങിയതാണ്, 2 സ്ത്രീകൾ ചേർന്ന് നടത്തുന്നതാണ്. അവിടേക്ക് അവരുടെ സാധനങ്ങൾ കൊണ്ടുവരേണ്ട വാഹനം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ വാഹനം പിന്നിലേക്ക് മാറ്റിയിടണമെന്ന് ആവശ്യപ്പെട്ടത്. ആ പിന്നിലേക്ക് അല്പം മാറ്റിയിട്ടെങ്കിലും പക്ഷേ ആ തർക്കം അങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഈ കടയുടമയുടെ കൈക്ക് ഒടിവുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ മറ്റ് മകൾക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ ചികിത്സ ഇന്നലെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ തേടിയിരുന്നു. പോലീസ് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ ഇത്തരം അധമ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുന്ന ആൾക്കാർക്ക് കർക്കശമായ നിയമത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരോട് പറയാനുള്ളത്. കാരണം ഇതൊന്നും ഒരാൾ ചെയ്യാൻ അറയ്ക്കണം.